ഇവിടെ 23 ജേഴ്സി അർഷദിന്റെ പാസ്, റാഷിദിന്റെ പാസ്, റാഷിദ് പാസ്, വെരി ഗുഡ് ഷോട്ട്. 17 നമ്പർ ജേഴ്സി അർഷദിന്റെ മനോഹരമായ ഒരു പാസ് ആയിരുന്നു. 17 നമ്പർ റൈറ്റ് വിംഗ് താരം അർഷദ് വളരെ വളരെ ഉഷാറോടുകൂടി ഒരു ബനാന. മേൽമുറി സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ ആരെത്തും ഇന്ന്? ഫിഫയോ റോയലോ? ഷിബിലിന്റെ ഷോട്ട്, അങ്ങനെ റോയൽ ട്രാവൽസിന്റെ എഡ്വേർഡിന്റെ പാസ് ഷിബിലി വലകുലുക്കി. അങ്ങനെ റോയൽ ട്രാവൽസ് ഒന്നടിച്ചങ്ങനെ 1-1 ആവേശമായ മത്സരം, ആവേശം നിറഞ്ഞ ഇന്നത്തെ മത്സരത്തിൽ റോയൽ ട്രാവൽസ് ആ ഗോൾ ഫിഫ അടിച്ച ഗോൾ മടക്കിയിരിക്കുന്നു. ഇനി മത്സരം മുറുകും, ഇനി ഫിഫ കളി പുറത്തെടുക്കും. അങ്ങനെ ആവേശം നിറഞ്ഞത് ഈ പൊരിഞ്ഞ പോരാട്ടത്തിൽ റോയൽ ട്രാവൽസും ഫിഫ മഞ്ചേരി മേൽമുറിയിൽ നിന്നുള്ള ആവേശകരമായ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് മേൽമുറി ബ്ലേസ് മേൽമുറി സംഘടിപ്പിച്ച സെമി ഫൈനൽ പോരാട്ടത്തിന്റെ സെക്കൻഡ് ലെഗ് മത്സരമാണ്. ഫിഫ മഞ്ചേരിയും റോയൽ. ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കും? നാളെ അടുത്ത മത്സരം ഫൈനലിലേക്ക് ആരെത്തും അറിയാം. കളി തുടങ്ങി, ടച്ച് ചെയ്തു, കളി ആരംഭിച്ചു, അത് വരുന്നു. ഇതാ വെരി ഗുഡ് ഷോട്ട് റോയലിന്റെ ആദ്യ ഷോട്ട്. അജ്മൽ, ആദിൽ, റയീസ്, ഷിബിലി, എഡ്വേർഡ്, അർഷാദിന്റെ ഒരു കിടലൻ ഷോട്ട്. ഇസാഖ്, അവിടെ എഡ്വേർഡ്, അവിടെ ഫല്ലാ ഷെരീഫ്, റോയൽ ട്രാവൽസ് സെന്റർ ഫോർവേഡ് ഫല്ലാ ഷെരീഫ്, അവിടെ അടിപൊളി പാസ്, അവിടെ ജേസി നമ്പർ ഫ്രീ കിക്ക് അർഷാദ്. അർഷദിന്റെ ഷോട്ട് പുറത്തേക്ക്. ഹർഷാദ്. പ്രേക്ഷകരെ, പ്രവാസി സുഹൃത്തുക്കളെ, അറസ്റ്റായിട്ടുള്ള ലൈവ് കാണുന്ന, ഇന്നത്തെ പൊരിഞ്ഞ ഈ പോരാട്ടം കാണുന്ന, ആരെത്തും എന്നറിയാൻ ഫിഫയോ അതോ അടിപൊളി പാസ്, വെരി ഗുഡ് 10 ലബി മനോഹരമായി ആ കാല് സ്റ്റോപ്പർ ബാക്ക്. അവിടെ ശ്രേയസിനെ മിസ്, അവിടെ ലബി 10 നല്ല കളിയിൽ കണ്ടാൽ അടിപൊളി പാസ്. 20 ഷൂട്ട്, വെരി ഗുഡ്. ഇന്ന് തീർച്ചയായിട്ടും ആള് നല്ലുണ്ട്. ഇന്ന് ഏറ്റവും ടോപ്പ് എന്നായിരിക്കുന്നു ഷാനവാസ്. വീണ്ടും അർഷദിന്റെ ഷോട്ട്. പുതിയ പ്ലേയേഴ്സ്, അതായത് ബർണാഡ് പരിക്കായിരുന്നു, ഇന്ന് ബർണാഡ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ലബിയും ഓസിലും പുതിയ വെരി ഗുഡ് പറഞ്ഞ പോലെ ലബിയുടെ മനോഹരത്തുമോതോ റോയൽ ട്രാവൽസ് ഫൈനലെത്തുമോ? ആരെത്തും? ഒന്നും പറയാം. ഇരു ടീമും കട്ടക്ക്. അവിടെ ഒരു ഫ്രീ കിക്ക്, അവിടെ ഫൗൾ, അവിടെ റോയൽ ട്രാവൽസിനുമായിട്ടൊരു ഫ്രീ കിക്ക്. ഫല്ലാ ഷെരീഫ് ഉണ്ട്, ശ്രേയസ് ഉണ്ട്. ആരിലെത്തും? എഡ്വേർഡിന്റെ പാസ്, ആരുഷ് വല്ല കുലുക്കും. അവിടെ 3 നമ്പർ ശ്രേയസിന്റെ ഷൂട്ട്, ഗോൾ കീപ്പർ സലാം. അപ്പോൾ ഒന്നുകൂടി എല്ലാവരും ഷെയർ ആയിട്ടാ, കളി മുറുകിക്കണം. ഇതാ ഫ്രീ കിക്ക്, ഇതാ ഓസിലിന്റെ തന്ത്രപരമായ ഒരു ഷൂട്ടായിരുന്നു പുറത്തേക്ക്. അവിടെ റോയലിന് അനുകൂലമായിട്ട് ഫ്രീ കിക്ക് ഇടാവോ, കണ്ടോളേ. പാസ് എഡ്വേർഡ് അവിടെ വെരി ഗുഡ് ഷോട്ട്. ഏതത് ഷോട്ട്? നമ്മളെ ശ്രേയസിന്റെ ഷോട്ടാട്ടോ. എഡ്വേർഡിലെത്തി, അവിടെ ശ്രേയസ് 3 നമ്പർ ജേസി സെന്റർ ഫോർവേഡ്. റോയൽ നല്ലൊരു പാസ് എഡ്വേർഡിലേക്ക്. എഡ്വേർഡിന്റെ മിന്നും വേദപോക്ക്, നല്ലൊരു പാസ്, ലോങ് പാസ് ഓവറായി. അവിടെ എല്ലാ ഷെരീഫിലെത്തി 9 നമ്പർ ജേസി പാസ്. വീണ്ടും ഗോൾ കീപ്പർ സാനവാസ് പാസ് മിസ്, ഔട്ട്. റോയൽ ട്രാവൽസ് ഗോൾ കീപ്പർ അജ്മൽ, അവിടെ അടി. റോയൽ ട്രാവൽസിന്റെ സെൻട്രൽ ഫോർവേഡ് താരം ഫല്ലാ ഷെരീഫും എഡ്വേർഡും ശ്രേയസും. സലാം പാസ്, അർഷദിന്റെ വെരി ഗുഡ് ഷോട്ട്. അർഷദ് വീണ്ടും ബർണാഡ്, നല്ലൊരു ചാൻസ് ആയിരുന്നു. വീണ്ടും ബർണാഡ് പാസ് 10 ലബി, അടിപൊളി പാസ്.
ഏതാ പാസ് തറക്കല്ലേട്ടോ, നല്ലൊരു പാസ്സാണ് ലബി നമ്മുടെ. പക്ഷെ അർഷദ് ഷൂട്ട് ചെയ്യും, പക്ഷെ അവിടെ ബ്ലോക്ക് ചെയ്തു സൈർ റെയ്സ്. അങ്ങനെ വീണ്ടും ലബിയിലേക്ക്, ലബി പാസ്, ഫല്ലാ ഷെരീഫ് അടിപൊളി, വിട്ടുകൊടുക്കാതെ ലബി പാസ്. സ്റ്റോപ്പർ ബാക്ക് സാനവാസിലേക്ക്, വീണ്ടും നല്ലൊരു പാസ്. 23 ജേഴ്സി അർഷദിന്റെ പാസ്, റാഷിദിന്റെ പാസ്, റാഷിദ് പാസ്. വെരി ഗുഡ് ഷോട്ട്. 17 നമ്പർ ജേഴ്സി അർഷദിന്റെ മനോഹരമായ ഒരു പാസ് ആയിരുന്നു. 17 നമ്പർ റൈറ്റ് വിംഗ് താരം അർഷദ് വളരെ ഉഷാറോടുകൂടി ഒരു ബനാന. അഖിലേന്ത്യാ 7 ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശകരമായ മത്സരത്തിൽ കഴിഞ്ഞ കളിയിൽ നമുക്കറിയാം വിസ ഗ്രൂപ്പ് എങ്ങനെയാണ് ഫൈനലിലെത്തിയതെന്ന്. ഫസ്റ്റ് ലെഗിൽ ഹാഫ് ടൈം കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം എങ്ങനെയാണ് സ്കൈ ബ്ലൂ ഇസ ഗ്രൂപ്പ് എങ്ങനെയാണ് ഫൈനലിലെത്തിയത്. ഫിഫ മഞ്ചേരി, ഫിഫ ജയിക്കുകയാണെങ്കിൽ പെനാൽറ്റി, റോയൽ ജയിക്കുകയാണെങ്കിൽ സമനിലയായാൽ അവർ ഫൈനലിലേക്ക്. ഹാദിൽ റൈറ്റ് വിംഗ് 11 ജേഴ്സി ഹാദിൽ, സ്റ്റോപ്പർ ബാക്ക് റഹീസ്, ഗോൾ കീപ്പർ സലാം. ഫൈനലിൽ പറയാൻ പറ്റൂല. 17 അർഷദിന്റെ ഷൂട്ട് വീണ്ടും ഗാലറിയിലേക്ക് പൊട്ടിത്തിമർത്തും. എഡ്വേർഡ് ഫെല്ല ഷെരീഫ് ഷൂട്ട് ബ്ലോക്ക് ചെയ്ത് ബെർണാഡ്. ഗോൾ കീപ്പർ സലാം. ഫെല്ല ഷെരീഫ്, ഫെല്ല പാസ്. അടിപൊളി പാസ് ഉണ്ടാവും ഷിബിലിക്ക്. കാരണം ചാർജ് കഴിഞ്ഞാൽ ഓഫായാൽ ആളുകൾ പാട്രിക്കിന്റെ ഫസ്റ്റ് ഷോട്ട്. ലിങ്ക് നിങ്ങൾക്ക് നേരത്തെ കിട്ടും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തോളൂ, നോട്ടിഫിക്കേഷൻ വരും എവിടെയാണ് ലൈവ് വെച്ചാൽ. അങ്ങനെ വീണ്ടും അർഷദിന്റെ ഷോട്ട്. അവിടെ ലബി പാസ്, അവിടെ ബെർണാഡിലേക്ക്. ബെർണാഡിന്റെ മനോഹരമായ പാസ്. അഖിലേന്ത്യാ 7 ഫുട്ബോൾ ടൂർണമെന്റിന്റെ ബ്ലേസ് മേൽമുറി സംഘടിപ്പിച്ച അഖിലേന്ത്യാ 7 ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ ആരെത്തും ഇന്ന്? ഫിഫയോ റോയലോ? ഷിബിലിന്റെ ഷോട്ട്. അങ്ങനെ റോയൽ ട്രാവൽസിന്റെ എഡ്വേർഡിന്റെ പാസ് ഷിബിലി വലകുലുക്കി. അങ്ങനെ റോയൽ ട്രാവൽസ് ഒന്നടിച്ചങ്ങനെ 1-1 ആവേശമായ മത്സരം, ആവേശം നിറഞ്ഞ ഇന്നത്തെ മത്സരത്തിൽ റോയൽ ട്രാവൽസ് ആ ഗോൾ ഫിഫ അടിച്ച ഗോൾ മടക്കിയിരിക്കുന്നു. ഇനി മത്സരം മുറുകും, ഇനി ഫിഫ കളി പുറത്തെടുക്കും. അങ്ങനെ ആവേശം നിറഞ്ഞത് ഈ പൊരിഞ്ഞ പോരാട്ടത്തിൽ റോയൽ ട്രാവൽസും ഫിഫ മഞ്ചേരി മേൽമുറിയിൽ നിന്നുള്ള ആവേശകരമായ സ്റ്റോപ്പർ ബാക്ക് സാനു. നല്ലൊരു പാസ്സായിരുന്നു, ഓവർ പാസ്. അജ്മൽ. അഖിലേന്ത്യാ 7 ഫുട്ബോൾ ടൂർണമെന്റിലെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ സാനവാസ്, അവിടെ ഷിബിലി, അവിടെ എഡ്വേർഡ് ഷൂട്ട് ഗാലറിയിലേക്ക്. പാസ് അർഷദ്. നല്ല രസകരമായൊരു ഗോൾ എടുക്കലായിരുന്നു, പക്ഷേ ത്രോ ഫിഫക്ക്. സാനവാസ്, അവിടെ ലബി ഷൂട്ട് ഗാലറിയിലേക്ക്. നല്ലൊരു ഷൂട്ടായിരുന്നു, പുറത്തേക്ക്. രക്ഷപ്പെട്ടതാണ്. സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് സീൽ വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ അർഷാദിന്റെ ഷൂട്ടാണ്. അർഷാദിന്റെ ഷൂട്ട് പുറത്തേക്ക് വെക്കുന്നു. അങ്ങനെ ബർണാഡിന്റെ പാസോടെ റാഷിദിലേക്ക്. വീണ്ടും അത് എഡ്വേർഡ് റോയൽ ട്രാവൽസിന്റെ സെന്റർ ഫോർവേഡ് എഡ്വേർഡ് അവിടെ ബ്ലോക്ക് ചെയ്തു. വീണ്ടും
ഷൂട്ട് ശ്രേയസ് സെൻട്രൽ ബോർഡ്. അങ്ങനെ കളി കഴിഞ്ഞു. അഖിലേന്ത്യാ സെവൻസ് ബോൾ പ്രാവശ്യം അവസാന സെക്കൻഡുകൾ എന്തൊക്കെ കാണണം. റോയൽ ട്രാവൽസും ഫിഫ മഞ്ചേരിയും അങ്ങനെ ഇന്നത്തെ വാശിയേറിയ മത്സരത്തിൽ ഫിഫ മഞ്ചേരിയും റോയൽ ട്രാവൽ മത്സരത്തിൽ റോയൽ ട്രാവൽസ് ഫൈനലിലേക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, നാളെ എവിടെയെന്ന് പറഞ്ഞാലും പറയാ, എവിടെ ലൈവ് വരാണെങ്കിലും അതിന്റെ ലിങ്ക് കിട്ടാൻ നമ്മളെ ചാനൽ പുതുതായിട്ട് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് വെള്ളേക്കൽ എനേബിൾ ചെയ്യുക. അപ്പൊ ഗാലറി എത്തിയാൽ ലൈവ് സെറ്റ് ചെയ്യും. അതിന്റെ ലിങ്ക് അപ്കമിങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് ലൈവ് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇൻസ്റ്റ മുകളിൽ ഞാൻ കമന്റ് ബോക്സിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇൻസ്റ്റ. ഇതിന്റെ റീൽസുകളും അതുപോലെ തന്നെ നല്ല കളിന്റെ ഗാലറി ഗ്രൗണ്ട് എല്ലാ സെറ്റിംഗ്സും നിങ്ങൾക്ക് ഇൻസ്റ്റയിലൂടെയും കാണാൻ പറ്റും. അപ്പോൾ പരമാവധി നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളെ പ്രവാസികൾക്കും അതർ സ്റ്റേറ്റിലുള്ള ആളുകളും ജില്ലക്കകത്തും പുറത്തും ഹോസ്പിറ്റലുകളുടെ ആളുകളുണ്ടാവും ലൈവിൽ എത്തിപ്പെടാൻ പറ്റാത്ത അവർക്കൊക്കെ ലൈവിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, അടുത്ത